നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ജാതക പൊരുത്തവുമായി ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് വിഷയങ്ങളാണ് നിങ്ങളോട് സംവദിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നക്ഷത്ര പൊരുത്തം. കാരണം നക്ഷത്ര പൊരുത്തത്തിന് നമ്മൾ ഇതിന് ആധികാരികതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ആധികാരികതയും കാണുന്നില്ല. കാരണം വെറും കുറേ എന്തൊക്കെയോ കണക്കുകൾ വെച്ചിട്ട് ഒരു 10 കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതും അതിൽ ചില പൊരുത്തങ്ങളാണ് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. കാരണം ഒരിടത്തുണ്ടെന്ന് പറയുന്ന വേറെടുത്ത് ചെല്ലുമ്പോൾ ഇല്ല എന്ന് പറയും. അങ്ങനെ കാരണം ഇതിൽ ജ്യോതിഷത്തിൽ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ വിശദീകരിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ നക്ഷത്ര പൊരുത്തത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഭയങ്കര വൈരുദ്ധ്യങ്ങളാണ് കാണുന്നത്. പക്ഷെ അത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള അതായത് ഞാനൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ കുറേ നമ്മൾ ശ്ലോകങ്ങൾ വായിച്ച് പഠിക്കുന്നതും അതിനെ അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ തുടർന്നുണ്ടായിരുന്ന ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളും കൂടെ ഒരുപാട് ജാതകങ്ങൾ നമ്മൾ ഇത് പഠിക്കാറുണ്ട്. അപ്പം അങ്ങനെ പഠിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നക്ഷത്ര പൊരുത്തത്തിന് ഈ പറഞ്ഞ നമ്മുടെ വിവാഹ ജീവിതമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് മനസ്സിലായത്. കാരണം ഇവിടെ പ്രത്യേകിച്ച് പറയാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-5 നാളുകളെല്ലാം ഉപേക്ഷിക്കണം എന്ന് പറയും. പക്ഷേ ഞാൻ നോക്കിയപ്പോഴത്തേക്കും നിരവധി ആയിട്ടുള്ള വയസ്സായ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരുമായിട്ടുള്ളവരുടെയൊക്കെ പരിശോധിച്ചപ്പോൾ അതിലൊക്കെ ഒരുപാട് പേരുടെ അത് 3-5 നാളുകളാണ്. അവരൊക്കെ തന്നെ ജീവിച്ചു അവരുടെ 3-4 തലമുറ വരെ ആയ ആൾക്കാർ വരെ ഉണ്ട്. അതായത് 80-85 വയസ്സിന് മുകളിൽ വരെ അവർ ദമ്പതികളായി ജീവിച്ചവരുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ 3-5-7 നാളിനൊന്നും ജീവിതത്തിൽ യാതൊരു സ്പെസിഫിസിറ്റിയും ഇല്ല എന്ന് മനസ്സിലാക്കാം. പക്ഷേ എന്തുകൊണ്ടോ അതിനെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ടാണ് ആദ്യം ചെയ്യുന്നത്. കാരണം ഒരു ബയോഡേറ്റ ഒരാൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും ആദ്യം പറയുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾ അങ്ങ് എഴുതി കൊടുക്കും. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞേക്കുന്ന ഈ 3-5 നാളുകളാണ്. ഈ 3-5 നാളുകളുടെ പേരും പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് യുക്തമായ അല്ലെങ്കിൽ യോജ്യമായ ഒരു പയ്യൻ്റെ പ്രൊപ്പോസൽ വന്നാൽ പോലും ആ പ്രൊപ്പോസൽ ഈ ഒരു ക്രൈറ്റീരിയയുടെ പേരിൽ തള്ളിക്കളയുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. ഈ 3-5 നാളുകൾക്കൊന്നും ജീവിതത്തിൽ യാതൊരു പ്രസക്തിയുമില്ല. അതിൻ്റെ പേരിൽ നിങ്ങൾ വരുന്ന നല്ല വിവാഹങ്ങളൊന്നും വേണ്ടെന്ന് വെക്കരുത്. യഥാർത്ഥത്തിൽ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹനിലകൾ തമ്മിലുള്ള സാമ്യമാണ്. അത് ഞാൻ പിന്നീട് വിശദീകരിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ തന്നെ കുറേ പൊള്ളത്തരങ്ങളും കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ കാര്യം നിർത്താം. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ കയ്യിൽ പൊരുത്തം നോക്കാനായിട്ട് വന്ന ഒരു കേസാണ്. അതായത് അത് പെൺകുട്ടി രേവതി നക്ഷത്രവും പയ്യൻ ഭരണി നക്ഷത്രവും ആയിരുന്നു. അത് ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും അവർക്ക് താല്പര്യമുണ്ട്, ജാതകം ചേരും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പയ്യൻ്റെ വീട്ടിൽ നിന്നും എനിക്ക് നോക്കാൻ തന്നു. ഇപ്പോൾ പയ്യൻ്റെ വീട്ടിലെ കാര്യം വരുമ്പോഴും എനിക്കറിയായിരുന്നു ഇത് 3-5 നാളാണ്. അവർക്കും അതൊഴിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ചപ്പം ബാക്കി ഗ്രഹസാമ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പാവത്വമൊന്നുമില്ല, ദശാസന്ധിയൊന്നുമില്ല, ജാതകങ്ങൾ തമ്മിൽ നല്ല ഘടനയുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒത്തുവന്നുകൊണ്ട് ഇത് രണ്ടും ചേർക്കാവുന്ന ജാതകം എന്ന് തന്നെയാണ് ഞാൻ അഭിപ്രായം പറഞ്ഞത്. അതനുസരിച്ച് അവർ ഈ പെണ്ണ് കാണൽ ചടങ്ങുകളെല്ലാം നടത്തിയപ്പോഴത്തേക്കും പെണ്ണിനും പയ്യനും ഇഷ്ടപ്പെട്ടു. തുടർന്ന് അവരെ വീട്ടുകാരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോക്കുവരവൊക്കെ നടത്തി അവരേതാണ്ട് വിവാഹം അവർ ഉറപ്പിക്കുന്ന സ്റ്റേജ് വരെ എത്തി. എന്തുകൊണ്ടോ ഇന്ന് ആ കുട്ടിയുടെ വീട്ടിൽ നിന്നും ആ പയ്യൻ്റെ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ച് പറയുകയാണ്. അവർ മുഹൂർത്തത്തിനുള്ള ഡേറ്റ് വരെ എൻ്റെ അടുത്ത് ചോദിച്ചു. അതുവരെ ഞാൻ കൊടുത്തു, ഡേറ്റുകൾ വരെ. ഈ 3-4 ദിവസങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ ആ 3-4 ദിവസങ്ങൾ വരെ അവർക്ക് കൊടുത്തു. പക്ഷേ ഇന്ന് ആ പയ്യൻ്റെ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ച് പറയുന്നത് ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആ പെൺകുട്ടിയുടെ അച്ഛൻ വിളിച്ച് പറഞ്ഞു, ഇതേപോലെ ഇത് 3-ആം നാളായതുകൊണ്ട് ഇത് എടുക്കാൻ പറ്റൂല എന്ന് 3 ജ്യോതിഷന്മാർ പറഞ്ഞു. ഇത് 3-ആം നാളെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇത് എടുക്കാൻ പറ്റൂല എന്ന്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും നമ്മുടെ നാട്ടിലെ ജ്യോതിഷന്മാരെല്ലാം തന്നെ ഈ 3-5 നാളിൽ നിൽക്കുന്നേ ഉള്ളൂ. അവരിതിനപ്പുറത്തോട്ടൊന്നും പഠിക്കുന്നുമില്ല, ഇതിന് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമില്ല. നമ്മളെ ഒരുമാതിരി ഇത്തരത്തിലുള്ള ചില വേണ്ടാത്ത നൂലാമാലകളിൽ കുരുക്കിയിട്ട്
നമ്മുടെ കുട്ടികളുടെ ഭാവി ജീവിതം നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കൊച്ചു വീഡിയോകളിലൂടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. കാരണം നമ്മുടെ സമൂഹം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഇടയിലുള്ള വിവാഹങ്ങൾ നല്ല പ്രായത്തിൽ നടന്നാലേ കാര്യമുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ 5 വയസ്സാകുമ്പോൾ തന്നെ സ്കൂളിൽ ചേർക്കും. അല്ലാതെ അതിൻ്റെ നമ്മൾ ജാതകം നോക്കിയിട്ടല്ല സ്കൂളിൽ ചേർക്കാൻ പോണത്. രണ്ടാമത് അത് കഴിഞ്ഞിട്ട് ഒരു പ്ലസ് 2 കഴിഞ്ഞാൽ അടുത്തത് ഡിഗ്രിക്ക് പോകുമ്പോഴും ഇതേപോലെ തന്നെ നമ്മൾ ഒരു കുട്ടി ഡോക്ടർ ആവുമോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുമോ അല്ലെങ്കിൽ അത് അഡ്വക്കേറ്റ് ആവുമോ അല്ലെങ്കിൽ അത് CA ആവുമോ എന്നൊന്നും നമ്മൾ ജാതകം നോക്കിയല്ല ആരെയും ചേർക്കാറുള്ളത്. അവിടെയും നമ്മൾ അവരുടെ ടേസ്റ്റ് അനുസരിച്ച് തന്നെയാണ് വിടുന്നത്. ആ ഒരു പ്രാധാന്യം മാത്രമേ വിവാഹത്തിൻ്റെ കാര്യത്തിലും ജാതകത്തിലുള്ളൂ എന്നാണ് ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. എന്തുകൊണ്ടോ ഇതിനെ മാത്രം ഇങ്ങനെ അതായത് ധനാഗമ മാർഗമായിട്ട് ഇവിടുത്തെ ദൈവജ്ഞന്മാർ കണ്ടെത്തിയ ഒരു വഴിയാണ് ഈ പൊരുത്തം എന്ന് പറയുന്നത്. അല്ലാതെ ഇതിൽ യാതൊരു യാഥാർത്ഥ്യവും ഇല്ല. കാരണം നമ്മളിന്ന് തിരുവനന്തപുരത്ത് വഞ്ചിയൂർ കോടതിയിൽ പോയിട്ട് അവിടുത്തെ കുടുംബ കോടതിയിൽ ചെന്ന് നോക്കിയാൽ നമുക്കറിയാം. അവിടെ വരുന്ന 100 കേസ് എടുത്താൽ അതിൻ്റെ 95 കേസുകളും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടതാണ്. എന്നാൽ ഈ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണല്ലോ എല്ലാവരും ഈ പൊരുത്തം നോക്കിയിട്ടാണല്ലോ വിവാഹം കഴിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പൊരുത്തം എന്നുള്ള ഒരു സംഗതി ഈ പറഞ്ഞ നാളിനും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കുട്ടികളൊന്നും തന്നെ അവിടെ കുടുംബ കോടതിയിൽ വരേണ്ട ആവശ്യമില്ല. കാരണം അവരെല്ലാം ഇതൊക്കെ നോക്കി പൂർണ്ണമായി പൊരുത്തം ഉണ്ടെന്ന് പറഞ്ഞല്ലേ എല്ലാവരും ചെയ്യിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇവരൊക്കെ ഈ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിരിയാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കോടതിയിൽ വന്ന് നിൽക്കേണ്ട അവസ്ഥ വരുന്നത്? അപ്പോൾ അത് നമ്മുടെ നാട്ടിലെ ഈ തെറ്റായ പൊരുത്തം നോക്കൽ രീതിയാണ് നമ്മളെ ഈ അവസ്ഥയിൽ കൊണ്ടുവന്നെത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഒരു അഭ്യർത്ഥനയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ പൊരുത്തം എന്ന് പറയുന്നത് അത് വ്യക്തമായി അറിയുന്ന വ്യക്തികൾക്ക് മാത്രം സമീപിക്കുക. അല്ലാതെ ഈ പറഞ്ഞ കണക്ക് ഈ നക്ഷത്ര പൊരുത്തം നോക്കി ഇത് വേണ്ട എന്ന് പറയുന്നവരെ പാടെ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്ക് കൃത്യമായ പ്രായത്തിൽ കല്യാണങ്ങൾ നടക്കുകയുള്ളൂ. രണ്ടാമത് വേറൊരിതെന്ന് വെച്ചാൽ ഇന്നത്തെ കുട്ടികളുടെ ഇടയിൽ അവരുടെ ചിന്താഗതിയൊക്കെ മാറി ഇന്ന് അവർക്ക് ഒരു വിവാഹം തന്നെ വേണ്ട എന്നുള്ള ചിന്താഗതിയാണ് ഇന്ന് പല പെൺകുട്ടികൾക്കും ഉള്ളത്. അപ്പം അത്തരത്തിൽ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ കണക്ക് ഇങ്ങനെ ജാതക പൊരുത്തവും മറ്റും പറഞ്ഞ് സമയത്ത് കല്യാണം നടത്താതെ അങ്ങനെയും കൂടി കുറേ പേരെ ഉപേക്ഷ ചെയ്യാൻ തുടങ്ങിയാൽ അതനുസരിച്ച് നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ വിവാഹം നടക്കാനുള്ള അവസ്ഥ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ നാൾ പൊരുത്തത്തിന് ഒരു പ്രാധാന്യവും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വ്യക്തമായിട്ട് വീണ്ടും തറപ്പിച്ച് പറയുന്നത്. ഈ 57 നാളെന്നൊക്കെ പറഞ്ഞ്, അതായത് ദയവ് ചെയ്ത് നിങ്ങളെ രക്ഷകർത്താക്കളായിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ ആരും തന്നെ ഈ പറഞ്ഞ കണക്ക് ഒരു ജാതകം കിട്ടുമ്പം അത് ഈ 57 നാളാണെന്ന് നോക്കാൻ നിൽക്കരുത്. അതിന് പകരം ആ ജാതകവും അതിൻ്റെ ഡീറ്റെയിൽസും വാങ്ങിച്ചിട്ട് ഒരു ദൈവജ്ഞനെ കൊടുക്കുക. കാരണം അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അതായത് വ്യക്തമായി ജാതകം നോക്കുന്ന ഒരു ദൈവജ്ഞനെ ഏൽപ്പിക്കുക. അദ്ദേഹം നോക്കിയിട്ട് പറയും ഇതിൽ എന്ത് കുറവുണ്ട് എന്തിതുണ്ടെന്നുള്ള. അല്ലാതെ നിങ്ങൾ സ്വയം ജ്യോതിഷന്മാരാവാൻ ശ്രമിക്കാതിരിക്കുക. അതാണ് ഇവിടുത്തെ ആദ്യത്തെ പരാജയം. കാരണം നിങ്ങൾക്കറിയില്ല 57 നാൾ എന്താണെന്നോ അല്ലെങ്കിൽ 57 നാളിനപ്പുറം ഈ ജാതകങ്ങൾ തമ്മിൽ ചേർക്കാനുള്ള പല ഘടകങ്ങളും ആ 2 ജാതകത്തിലും കാണും. പക്ഷേ നിങ്ങൾ ഈ 57 നാൾ എന്ന് പറഞ്ഞ് ആ പേരിൽ ഇതിനെ മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും തമ്മിൽ ചേർന്ന് നല്ലൊരു ജീവിതം കിട്ടുന്ന 2 വ്യക്തികളായിരിക്കും അവിടെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വ്യക്തമായി പറയുന്നത്. നിങ്ങൾ ആരും തന്നെ ദയവ് ചെയ്ത് ബയോഡേറ്റ കൊടുക്കുമ്പോൾ ഈ 57 നാളുകളിലുള്ളത് വേണ്ട എന്ന് പറയരുത്. അതുപോലെ തന്നെ ഏതെങ്കിലും നക്ഷത്രങ്ങൾ ഇത്ര നക്ഷത്രമേ ഞങ്ങൾ എടുക്കുകയുള്ളെന്നും പറയരുത്. കാരണം അതിലൊന്നും ഒരു അർത്ഥവുമില്ല. ഈ ജാതകങ്ങൾക്കാണ് പ്രധാനം. ജാതകങ്ങൾ ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനങ്ങൾക്കാണ് പ്രധാനം. അത് തമ്മിലുള്ള സാമ്യവും ദശാസന്ധി ഒരേ സമയത്ത് വരാതിരിക്കുകയും പിന്നെ ഘടന എന്നുള്ളൊരു കാര്യമുണ്ട്. 2 ജാതകങ്ങൾ അതിപ്പം പറഞ്ഞു തന്നാൽ നിങ്ങൾക്കാർക്കും അത് മനസ്സിലാവില്ല. അത് ജ്യോതിഷം പഠിച്ചവർക്കേ അതറിയാവൂ. അത്തരത്തിൽ ഘടനയെല്ലാം ഉള്ള ദശാസന്ധിയൊന്നും വരാത്ത ജാതകങ്ങളാണെങ്കിൽ അവ തമ്മിൽ എടുക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. അവർ തമ്മിൽ നല്ല സക്സസ്ഫുള്ളായ ലൈഫ് ഉണ്ടാകും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വീണ്ടും പറയുന്നത്, നിങ്ങൾ ആരും തന്നെ ഈ നക്ഷത്രത്തിൻ്റെ പേരിൽ ഒരു ജാതകവും വേണ്ടെന്ന് വയ്ക്കരുത്. അത് നിങ്ങൾ യുക്തമായി നോക്കാൻ കഴിയുന്നുള്ള ഒരു ദൈവജ്ഞനെ സമീപിച്ച് പൊരുത്തം നോക്കാൻ ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിവാഹങ്ങൾ നടത്താൻ കഴിയും.
അതുവഴി നാട്ടിൽ വിവാഹങ്ങൾ നടക്കും. ഇപ്പം അതല്ല അവസ്ഥ. ഇപ്പം എല്ലാം ഇങ്ങനെ പലരും പറയണ 7 വർഷം 8 വർഷമായിട്ട് പൊരുത്തം നോക്കിയിട്ട് കിട്ടുന്നില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ തെറ്റായ വഴിയിൽ ഇവിടെ നയിക്കപ്പെടുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാവരും ശ്രദ്ധിക്കണം. ഈ ഒരു നക്ഷത്രവും തന്നെ ചേരാത്തതായി വരുന്നില്ല. അതിൽ ചില ഓരോ നക്ഷത്രങ്ങൾക്ക് ഓരോ വേദ നക്ഷത്രങ്ങളുണ്ട്. അത് മാത്രം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചേരുന്നതാണ്. നക്ഷത്ര പൊരുത്തത്തിന് യാതൊരു ഒരു ഇമ്പോർട്ടൻസും ഇല്ല. പകരം ഈ പറഞ്ഞ ജാതകങ്ങളാണ് നോക്കേണ്ടത്. അതിന് തയ്യാറായി കഴിയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.